കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അക്ഷരങ്ങളുടെയും അറിവിൻ്റെയും നാടായിട്ടാണ്. ഈ നാട് കലകളുടെയും കായലുകളുടെയും കൂടിയാണ്. ഭാരതമറിഞ്ഞ നവോത്ഥാന നായകനായ മന്നത്ത് പത്മനാഭൻ്റെയും സാഹിത്യകാരന്മാരായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും നാട്. അനശ്വര കലാകാരനായ NN പിള്ളയുടെയും കഥകളി ആചാര്യനായ ഐമനം കൃഷ്ണ കൈമളുടെയും മാത്തൂർ ഗോവിന്ദൻകുട്ടിയുടെയും മണ്ണ്. ആയുർവേദ വൈദ്യശാസ്ത്ര കുലപതികളായ അഷ്ടവൈദ്യന്മാരുടെ നാട്. മഹാമാന്ത്രികന്മാരായ സൂര്യകാലടി തിരുമേനിമാരുടെ മണ്ണ്. അടുത്തതായി വന്ദേമാതരം ആലപിക്കുന്നതിനായി കുമാരി മീനാക്ഷിയെ ക്ഷണിക്കുന്നു. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഫുല്ലകുസുമിത ദ്രുമദളശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. RITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കി ദേശീയ പ്രയത്നത്തിലേക്ക് പ്രവർത്തനത്തിനായി ഇറങ്ങിയ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ സോബിൻ ലാൽ, കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട യുവമോർച്ച ജില്ലാ പ്രസിഡന്റ്. കോട്ടയത്തെ രാഷ്ട്രീയ അധികായന്മാർക്കെതിരെ സമര പോരാട്ടങ്ങളിലൂടെ തന്റെ സാന്നിധ്യം അറിയിച്ച യുവസമര പോരാളി സോബിൻ ലാലിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രോഗ്രാം ചാർട്ട് ചെയ്തതിൽ ഒരു മണിക്കൂറോളം ഡിലേ ആയിട്ടുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ നമ്മുടെ കാര്യക്രമങ്ങൾ നടപ്പിലാക്കണം. നമുക്കറിയാം, ഏറെ കാത്തിരുന്നൊരു മുഹൂർത്തമാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം. യുവമോർച്ചയുടെ നാഷണൽ പ്രസിഡന്റ് പ്രിയങ്കരനായ തേജസ്വിയുടെ വാക്കുകൾ കേൾക്കാനും അദ്ദേഹത്തോട് നമുക്ക് കാണാനും ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നവരാണ് ഇവിടുത്തെ യുവാക്കൾ. പ്രിയമുള്ളവരെ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമുക്ക് ഏവർക്കും അറിയാവുന്ന, ഒരു വർഷമായി കേരളത്തിലെ തെരുവോരങ്ങളിൽ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ്, നമുക്കറിയാം PSC പോലുള്ള വലിയ വിഷയങ്ങളിൽ ധാരാളം സമരങ്ങൾ നടത്തുകയും വളരെ സർക്കാർ നടത്തിയിരിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും ശക്തമായ വിരൽ ചൂണ്ടി സമരം നടത്തിയ പ്രിയങ്കരനായ CR പ്രഭുകൃഷ്ണൻ അവറുകളാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനി, നമുക്കറിയാം, ഭാരതത്തിന്റെ യുവാക്കളുടെ ഐക്യനായി മാറിയിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ യുവാക്കളുടെ സംഘടനയായ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ദേശീയ അമരക്കാരൻ ശ്രീമാൻ തേജസ്വി സൂര്യ MPയെ ഈ കോട്ടയത്തിന്റെ മണ്ണിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന യുവമോർച്ചയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ഗണേശ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും, അതുപോലെ തന്നെ സ്റ്റേറ്റ് മീഡിയ കൺവീനർ അഭിലാഷ് അയോധ്യ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു അവറുകൾ, അതുപോലെ തന്നെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള കോട്ടയം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന യുവാക്കളെ, ഡോക്ടർമാരെ, മുഴുവൻ പേരെയും, കോട്ടയത്തെ മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സോബിൻ ലാൽ. അടുത്തതായി ദേശീയ പ്രസിഡന്റ് ശ്രീ തേജസ്വി സൂര്യയെയും സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയെയും സ്വീകരിക്കുന്നതിനായി
യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സോബിൻ ലാലിനെയും ടീമിനെയും ക്ഷണിക്കുന്നു. I would like to call upon the Yuva Morcha District President, Sri Sobin Lal and team, to honor our National President, Sri Tejasvi Surya, and State President, Siya Prabhu Krishna. അടുത്തതായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആലപ്പുഴ ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി ശ്രീ ശ്യാം കൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് കെ ഹരീഷിനെയും ജനറൽ സെക്രട്ടറി ആർ നിധീഷിനെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ നിങ്ങളോടൊരു ക്ഷമാപണം നടത്തുകയാണ്. 3 മണിക്കാണ് നാം ഇവിടെ പ്രോഗ്രാം നിശ്ചയിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ഇച്ചിരി ലേറ്റായി. കാരണം ഹെലികോപ്റ്ററിൻ്റെ സിഗ്നലൊക്കെ ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായി വന്നിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് പരിപാടികളിൽ ടോട്ടൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഭാരതം ഭരിക്കുമ്പോൾ പതിറ്റാണ്ടുകളായി നാം കണ്ടുകൊണ്ടിരുന്ന വികസ്വര രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് എഴുതിത്തള്ളപ്പെട്ട ഒരു രാജ്യമായിരുന്ന ഭാരതം ഏറ്റവും വേഗത്തിൽ ലോകശക്തികളോടൊപ്പമെത്തുന്ന, കുതിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന, ലോകത്തിന് മുഴുവൻ കോവിഡ് മരുന്നുകൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു രാജ്യമാക്കി ഭാരതത്തെ മാറ്റാൻ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് സാധിച്ചിട്ടുണ്ട്. 6 വർഷം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതേ ഭാരതത്തിലെ സംസ്ഥാനമായ കേരളം
ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താ? കേരളം നമ്പർ 1 ആണ് എന്നാണ് പറയുന്നത്. ഏത് കാര്യത്തിലാണ് കേരളം നമ്പർ 1? ഇവിടുത്തെ യുവതി യുവാക്കൾ ജോലി കിട്ടാതെ ആത്മഹത്യക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. തിരുവനന്തപുരത്തെ കാരക്കോണത്തെ അനു ആത്മഹത്യ ചെയ്തത് ഒരു സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരുന്ന സർക്കാർ ജോലി ലഭിക്കാത്തതിന്റെ പേരിലായിരുന്നു. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മിടുക്കരായ ഉദ്യോഗാർത്ഥികൾ അവരുടെ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യ ശ്രമിച്ചത് ജോലി ലഭിക്കാത്തതിന്റെ പേരിലാണ്. 50 ലക്ഷത്തോളം അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾ, തൊഴിലില്ലാത്ത യുവതി യുവാക്കൾ ഈ കേരളത്തിലുണ്ട് എന്നാണ് പറയുന്നത്. 53 കോടിയിലേറെയാണ് ഒരു വർഷം PSCക്ക് കിട്ടുന്ന അപേക്ഷകൾ. എത്ര ഗുരുതരമാണ് നമ്മുടെ യുവാക്കളുടെ ജോലി സംബന്ധമായിട്ടുള്ള ആ കണക്കുകൾ എന്ന് ഞെട്ടിപ്പോകും. വിദ്യാഭ്യാസ രംഗം, കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എടുത്ത് പരിശോധിച്ചാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മികവാണ് കേരളത്തിന് അവകാശപ്പെടാനുള്ളത്? ഉന്നത വിദ്യാഭ്യാസത്തിന് അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടലാണ് മലയാളികൾ. നോക്കൂ നിങ്ങൾ, കേരളത്തെ പറ്റി പറയുന്നത് ഏറ്റവും സമൃദ്ധമായ ഭൂപ്രദേശമാണ് എന്ന. 44 നദികളുണ്ട്, ദൈവം അനുഗ്രഹിച്ച് കനിഞ്ഞനുഗ്രഹിച്ച കാലാവസ്ഥയുണ്ട്, അധ്വാനശീലരായ മനുഷ്യരുണ്ട്, ഫലഭൂയിഷ്ടമായ മണ്ണുണ്ട്.
Sister, sister-in-law, father's father-in-law, father-in-law, sister. They keep appointing their relatives to all important offices in government. The same standard operating procedure is followed by our local dictator Pinarayi Vijayan and his crony communists here. It is the time for all young people of Kerala to reject this pernicious ideology of communism. Communism has kept Kerala poor. Communism has kept Kerala backward. Communism is the reason for Kerala's social fabric getting destroyed. I request all young people of Kerala to join hands with the Yuva Morcha to throw the communists into the dustbin of history. Reject them, lock, stock and barrel. Friends, communists and the Congress have destroyed the social fabric of Kerala. Communists are against everything that is Indian culture. Yesterday I was in Palakkad with Metro Man E. Sridharan sir. I must tell you this, all of you, many of you are political activists. You may have seen during election campaign, when candidates are on the road, our supporters generally wave at us, show victory sign, give us a smile, give a thumbs up. But only in Palakkad I am seeing, when the candidate is seen by the people, they not only wish him, give him a thumbs up and a smile, but they go near him and fall at his feet and take his blessings. It is happening only in Palakkad. But the communists cannot even digest this. They are making fun of our Indian culture of respecting elders and taking their blessings. It just shows how the communists hate everything that is Indian, everything that is Hindu, and everything that is Malayali by nature. This should be the single biggest reason why every culturally rooted Malayali must reject communists. Because they are out to destroy our very identity as proud Malayalis, as proud citizens of this country. This hatred for Indian culture does not just stop at deriding and making fun of people falling at the feet of E. Sridharanji. They want to destroy our temples. All of you know how Pinarayi Vijayan, his government, and all of these people, ecosystem, supported him in destroying the Sabarimala temple culture. I come from Karnataka. You all know that every year lakhs of Kannada people, devotees of Lord Ayyappa, come every year to Sabarimala. When this whole drama was taking place on TV, I was seeing it. In thousands of houses in Karnataka, everyone was anxiously watching what is happening on TV. Everybody was praying Ayyappa that this temple tradition will not get spoiled. On behalf of all those millions of Ayyappa devotees, I want to thank and salute the Matra Shakti of Kerala, our mothers and sisters, for fighting on the streets against these communists and protecting the Ayyappa temple. Friends, the communists and the Congress are in a competition to prove who is more supportive of the terrorist organizations. SDPI, PFI, Welfare Party, Jamaat-e-Islami, all these terrorist organizations are encouraged, supported and funded and given support by the communists and the Congress parties. This is destroying the very social fabric of Kerala. We cannot let this civilizational battle be one-sided. These organizations are recruiting terrorists to go and wage a jihad in Syria, in Iraq, and join ISIS. They are brainwashing, misguiding our young people in this state. And we cannot be mute spectators when this is taking place.
which is why all of you, as members of the Bharatiya Janata Yuva Morcha, we have a very, very important responsibility. We must fight against these forces who are anti-India. We must fight against these forces who do not respect the culture of this soil. We must fight against these forces who want to create radical Islamic islands in Kerala. In Malappuram, these organizations like Jamaat-e-Islami and the Muslim League are even asking for a separate statehood. This is nothing short of those Muslim League leaders like Muhammad Ali Jinnah who asked for partition of the country. And we are in 2021 today. 100 years ago in 1921, we all know what happened in Kerala during the Mopla riots. We cannot let history repeat in the same way, in the same brutal manner with which it did earlier. This places on all of us a very, very important responsibility. This election will determine the way Kerala will progress in the next so many years to come. We are tired of governments which are corrupt. We are tired of governments which are non-performing. When I was traveling to Chenganur last week, our president was telling me that the Alappuzha bypass took 50 years to get built. The same is the story with the KM bypass. We are a young people today. We don't want governments that are sleeping. We want governments that work 24/7 like Narendra Modi's government. We don't want a Pinarayi Vijayan who takes 45 years to build a bridge. We want a E. Sridharan who can build a Pamban bridge in 45 days. That is the kind of government that Kerala wants today. My dear friends, which is why the BJP is the only choice. Kerala has seen UDF and LDF many times. The only alternative is the BJP. What should be done now? Our responsibility is this. All of us sitting here must go out and meet 100 more people. We must go to young people, to colleges, to schools, to houses, to every place where we find them. We must tell them the need to participate in this election. We must tell them why BJP is the only option and why BJP is the only alternative. This is our responsibility. I request all of you with folded hands. We keep circulating our messages only between ourselves and our groups. We have to grow. We have to grow manifold. And we can grow only when we will bring more and more people into our ideology, into our circles, and into our ecosystem. Will you all go house to house, door to door, college to college, and bring more young people towards the BJP? Will you do this? The next few more days and the next few years, this important civilizational battle will require all of you to put your complete dedication, heart and soul into making this a very, very strong samstha, very, very strong Shakti. And you, my dear friends, are the future of Kerala. Remember this. All around the world, communism is a dead ideology. It's a rejected ideology. Everywhere communism has failed. Communism has failed Kerala, and communism will be rejected by Kerala. Communism is history, BJP is the future. Remember all of these, my dear friends, and you are BJP and you are the future of Kerala. With this responsibility, let us all go ahead and face this election with a lot of might, a lot of strength. Let us unequivocally send a message to India that the choice of young people of Kerala is BJP, BJP and BJP alone. We are all with Prime Minister Narendra Modi. We are with Kerala's future. We are with Kerala's development. Thank you so much for being such a wonderful audience. Bharat Mata Ki! Bharat Mata Ki! Swamiye! 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 Namaste. Thank you.
യോഗശാസ്ത്രത്തിൽ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഒരു കൂട്ടം BNYS ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ആത്മയുടെ ലോഗോ പ്രദർശനത്തിനു വേണ്ടി ശ്രീ തേജസ്വി സൂര്യയെ ക്ഷണിക്കുന്നു. Atma, it is a team for a revolutionary change in the field of Yoga Shastra all over the world. It is a stream that spread importance of yoga practice, consultation. ഈ പരിപാടിയുടെ കൃതജ്ഞത അറിയിക്കുന്നതിനായി കോട്ടയത്തെ സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയും യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ അശ്വന്ത് മാമലശ്ശേരിയെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത യുവമോർച്ച ദേശീയ അധ്യക്ഷൻ ശ്രീ തേജസ്വി സൂര്യജി, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രബുൽകൃഷ്ണ അവറുകൾ, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗണേഷ് ജി, യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സോബിൻലാൽ അവറുകൾ, യുവമോർച്ചയുടെ പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ ശ്രീ ഹരീഷ്, ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ യുവതിയുവാക്കൾക്ക് എല്ലാവർക്കും യുവമോർച്ച കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.